ഹലോ ഗായ് CJ ഗെയിമിംഗ് 2.0 മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയതുപോലെ ഇന്ന് നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആ ഗെയിം പ്ലേൻ്റെ പോകുന്നതിന് മുമ്പേ ഞാൻ ചെറുതായിട്ടൊക്കെ ഈവൻ്റൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ ഈവൻ്റ് എല്ലാം പരിചയപ്പെടുത്തി തരാൻ വന്നത് ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. നമ്മളെ ക്രിക്കറ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് പുതിയതായി വന്ന ഈ ഇമോട്ടൊക്കെയാണ് ഗൈസ്. ഇതെല്ലാം മാക്സിമം നല്ല രീതിക്ക് തന്നെ പവറായിട്ടുള്ള ഇമോട്ടാണ് ഗൈസ്. ഇതൊക്കെ എങ്ങനെയാണ് ഗരീനെ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൂടാണ്ട് നമുക്കൊരു പെറ്റിൻ്റെ ഒരു സ്കിന്നാണ് വരുന്നത്. പിന്നെ ഒരു ബാറ്റ്, അടിപൊളി ബാറ്റും കൂടെ വരുന്നുണ്ട്. ഇത് മറ്റേ PP ഒക്കെ ഇല്ല ഗൈസ്, ഈ പെരുന്നാളിനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു PP അത് തന്നെ. പിന്നെ ഇതന്നെ ഒരു ബാക്കാണ് ഗൈസ്. ഇതിൻ്റെ ലെവൽ 1 ഇങ്ങനെയാണ്, ലെവൽ 2 ഇങ്ങനെ, ലെവൽ 3 അത്യാവശ്യം മാസമായിട്ടുള്ള രീതിക്കാണ് വരുന്നത്. ഇത് ഇഷ്ടപ്പെട്ടവർ താരം ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കുക. അതിൻ്റെ കൂടെ ഇതൊന്നും കിട്ടിയിട്ടുണ്ട്. ഇതേതാ ഗണ്ണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പെർമനൻ്റ് അല്ല, പെർമനൻ്റ് ആയിട്ടാണ്. എൻ്റെ കൂട്ടുകാരെ എനിക്ക് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു പുതിയ ഫ്രണ്ടാണ് ഗൈസ് ഈ നിൽക്കുന്ന ആൾ. അപ്പോൾ ഈ ആൾഡ്രിച്ച് പ്രോനെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മളോട് ഇഷ്ടം പോലെ കളികളൊക്കെ കളിച്ചിട്ടുള്ള ചങ്ങായിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഈ ഗൺ സ്കിന്നും കൂടെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒരു കളിയൊക്കെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മളിപ്പോൾ ഒരു ബാറ്റ് റോയലും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ടാക്കുന്നത്. അവൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മറ്റവന് നേരെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ കളിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ എങ്ങനെയായിരിക്കും സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ എന്തൊക്കെയോ ഗായ്സ് എൻ്റെ ടീമേറ്റൊക്കെ എവിടെ പോയോ. ഇതൊരു പുതിയ ഏതൊരു SG അങ്ങനെ എന്തോ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ബാറ്റ് റോളാണ് പതിവ് പോലെ കളിക്കുന്നത്. BRCS കളിക്കുന്നില്ല എന്ന് പരാതിപ്പെടുകയൊന്നും വേണ്ട, നമ്മൾ വൈകാട്ട് അത് കളിക്കുന്നതായിരിക്കും. സോളാറ മാപ്പാണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മാപ്പ്. നമുക്കിവിടെയായിട്ട് ഇറങ്ങാം ഗൈസ്. എനിക്കിപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവന്മാരെ സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ മൈക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഗൈസ്. ഇതുപോലെ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ടിലും ഇതേ പ്രശ്നം വന്നിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ലൂട്ട് കാണുന്നുണ്ട് ഗൈസ്, കണ്ടുണ്ട്. XM8 ഒക്കെ കിട്ടി ഗൈസ്. അവന്മാരൊക്കെ കേൾക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക ഗൈസ്. ഗൈസ് എൻ്റെ ചങ്ങായി ഇവിടെ കിടന്ന് വലിയ വർത്താനാണ് ഗൈസ്. ഇവിടെ കിങ്ഫിഷർ ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല ഗൈസ്. സോളാർ മാപ്പിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കെ. ഇവിടെ നല്ല രീതിയിൽ ഇങ്ങനെ ലൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. താഴെ എൻ്റെ ടീമേറ്റൊക്കെ ഫുൾ അടിച്ചുപൊളിയാണ് ഗൈസ്. ഇതന്നെ ഗൈസ്, ഞാൻ വെച്ച് ഇവിടെ ഗെയിമിംഗ് സീറ്റ് ആയിരിക്കും ഗൈസ്, നമ്മൾ ഗെയിമറിനെ പോലെ ഇവിടെ ഇരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ താൽക്കാലികമായിട്ട് ഇവിടെ ഒന്നുമില്ല. കുറച്ച് ലൂട്ടൊക്കെ കിട്ടി, അത്ര ഉള്ളത് തന്നെ വലിയ കാര്യം. ഞാൻ പതിവ് പോലെ പറയുന്ന പോലെ ഈ ടൈമിങ്ങിലൊക്കെ നല്ല എനിമീസൊക്കെ വരും, ബോട്ട് പ്ലേയേഴ്സ് അല്ലാണ്ട് തന്നെ ഗൈസ്. അയ്യോ ഗൈസ്, എന്നെ മച്ചാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ആയിരിക്കണം ഗൈസ്. ഇവിടെ ഗൈസ് ഞാൻ പറയുന്ന അവർക്ക് എന്തായാലും കേൾക്കത്തില്ല. കേൾക്കുമെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. താഴെ ഒത്തിരി എനിമീസുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. ഞാനും കുറച്ച് സ്കില്ലൊക്കെ എടുക്കാം ഗൈസ്. അവിടെയൊക്കെ ഒത്തിരി എനിമീസ് ഉണ്ട്. അമ്മമാർ പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒത്തിരി എനിമീസ് ഉണ്ടെന്ന് മാത്രമല്ല, ഇവിടെ ഒരുപാട് എനിമീസിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് രണ്ടെണ്ണത്തിന് അടിച്ചിട്ടാൽ മാത്രമേ എൻ്റെ ഓറിയോൺ ഒന്ന് ഫുൾ ഫില്ലാകത്തുള്ളൂ.
ഗൈസ് നമുക്കൊരു MP5 കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല പതിവ് പോലെ. എനിക്ക് എൻ്റെ ഏകദേശം ഒരു MP5 ഒന്നും ഞാൻ അധികം എടുത്ത് കളിക്കാറുണ്ട്. ക്ലാഷ് കോഡ് CS ഒക്കെ കിട്ടിയാലേ ഞാൻ കളിക്കത്തുള്ളൂ. അല്ലാണ്ടൊന്നും ഞാൻ PR ബാറ്റ് റോയൽ അങ്ങനെയൊന്നും കളിക്കാറില്ല ഗൈസ്. അതിലൊന്നും ഗൈസ് നമ്മൾ ഈ അക്കൗണ്ടിൽ തന്നെ കളിക്കുന്നതായിരിക്കില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് വേറെ അക്കൗണ്ടൊക്കെ എടുക്കുന്നതല്ല, അതെൻ്റെ സ്വന്തം അക്കൗണ്ടാണ്. അപ്പം ഞാൻ ചില സമയത്ത് ഗെയിം പ്ലേ വീഡിയോസ് മൊത്തം അങ്ങോട്ടായിരിക്കും ഇടാൻ പോകുന്നത്. ഇവിടെ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എനിമീസ് ഇല്ല. ഇനി ഞാൻ ഇവനെ അങ്ങ് തട്ടിയായിരുന്നു. ഇവിടെ ഒരു പാരഫിലുണ്ട്, ഇവിടെ ഒരു AK ഉണ്ട്. അതെൻ്റെ ടീംമേറ്റാണ്. സോറി ഗൈസ്, എനിമി അല്ല ഗൈസ്. ആമാർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും. പാരഫൽ അത്യാവശ്യം പൊളി കണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് ഹെഡ് അടിക്കാൻ പറ്റുന്നുണ്ട്. സൂപ്പർ മെഡിക്കറ്റ് ആകെ ഒന്നേ ഉള്ളൂ. ഞാൻ ഓടിട്ടായി ഗൈസ്, എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, അവിടേക്ക്. ഗൈസ് ഇതൊക്കെ ഞാൻ എന്തൊക്കെയൊന്ന് എടുത്തിട്ടുണ്ട്. ഈ സാമാർ അവിടെയാണ് ഗൈസ്, ഞാൻ അങ്ങോട്ട് പോയേക്കാം തൽക്കാലത്തേക്ക്. എനിക്കറിയാത്തൊരു 3ാമത്തെ നമ്പറുള്ള ഒരു പ്ലെയർ ഉണ്ട്. അവൻ ആരാന്ന് എനിക്കറിഞ്ഞോളൂ. സാൻഡിനോ ആണ് ഗൈസ്. ഞാൻ എൻ്റെ ടീംമേറ്റിൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ, ഓടിച്ചെന്നിട്ട്. ഗൈസ് ഇവിടെ എന്നാ സംഭവം എനിക്ക് അറിഞ്ഞോളാം. ഗൈസ് ഇവനെ ഞാൻ തട്ടട്ടെ ഗൈസ്. ഗൈസ് ഇവനെ അല്ല ഗൈസ്, അവനെ കൊന്നിട്ടില്ല ഗൈസ്. ഒരു ഹെഡൊക്കെ കൂടുതൽ നോക്കാക്കിയിട്ടുണ്ട്. ആമാരനാണ് അവിടെ ചെയ്യുന്നത് ഗൈസ്. എൻ്റെ മൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ചെറിയൊരു പ്രശ്നമാണ് ഗൈസ്. എൻ്റെ ടീംമേറ്റൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് കളിക്കുന്നത്. എൻ്റെ ടീംമേറ്റിൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യണം. ഇവിടെ ഒരുമയുണ്ടല്ലോ ഗൈസ്. ഗൈസ് ഇവന്മാരെന്തോ പറയുന്നുണ്ട്, എനിക്കത് കേൾക്കാം, പക്ഷെ എൻ്റെ മൈക്ക് പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് അവന്മാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിൽ കുറച്ച് വിഷമമുണ്ട്. എന്നെ വിഷമം മാറ്റാൻ നിങ്ങൾ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. ഞാനൊരു ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് ഒരു ചെറിയ വിഷമം കൊണ്ടുണ്ട്. എനിക്ക് വലിയ യൂട്യൂബർ ആണോ. നിങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ചെറിയ കുറച്ചെങ്കിലും ഒരു ആവറേജ് യൂട്യൂബർ ആവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ വലുതായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ നിങ്ങളേലും വേണമല്ലോ ഗൈസ്. എൻ്റെ ടീംമേറ്റ് ഇവിടെ ജീപ്പിൽ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്, ഞാൻ കേട്ടു. അപ്പോൾ അമ്മാർ ജീപ്പിലേക്ക് അടുത്തേക്ക് പോവാണ്. ഞാനും കൂടെ ജസ്റ്റ് കയറുകയാണ്. ഇവന്മാരുടെ ഗിൽട്ടിൻ്റെ ആണ് ഗൈസ്. ഇവന്മാരാണെങ്കിൽ എന്നെ കയറ്റുന്നില്ല. അമ്മാരെന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. എടാ നിൽക്കടാ അവിടെ. ഞാൻ ആ വണ്ടിയിലേക്ക് ഒന്ന് കയറാൻ ശ്രമിക്കാം ഗൈസ്. ഞാൻ ഒരു വിധത്തിൽ എങ്ങനെ ഗൈസ് റിയൽ പ്ലെയർ ആണ് ഗൈസ്. ജസ്റ്റ് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അവൻ്റെ സ്കൂളിലെ ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. എൻ്റെ മച്ചാൻ പിന്നെയും വണ്ടി കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറിയേക്കാം. പക്ഷേ കയറാനും പറ്റും. നിങ്ങളാണെങ്കിൽ എന്നെ കയറ്റുന്നില്ല. എന്നെ കൂട്ടാണ്ട് നീ ഒന്നും പോകണ്ടോ ഗൈസ്. നമ്മൾ അവനെ ഒന്ന് ഓടിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. അത് അത്രേ ഉള്ളൂ. നമ്മളെ കയറ്റാത്തതിൻ്റെ റിവഞ്ചാണ് ഗൈസ് ഞാൻ വീട്ടിയത് ഗൈസ്. എൻ്റെ ലോങ് വൂഫ് കളി വീഡിയോകളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാണ്ടൊന്ന് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ ഗൈസ്. അതൊരു എനിമിയല്ലേ ഗൈസ് ഓടിയത്. അത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയണം, പക്ഷെ ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് ഓറിയാനുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത് ഗൈസ്. റിയൽ എനിമിയാണ് ഗൈസ്. എന്നെ അവൻ അടിച്ചു തോന്നുന്നു ഗൈസ്. എന്നെ അവൻ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ M10 വെച്ച് നല്ല കുത്തിപ്പൊടിയാണ്.
എനിമേഷൻ റീപ്ലേ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലാണ് M10 വെച്ച് നല്ല അടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് എന്നെ അടിക്കുന്നത്. എന്നെ അറിഞ്ഞുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വഷളായി പോയതോടെ ഞാൻ ആദ്യമേ ഓറിയോനെടുത്ത് ഇടേണ്ട ഒരാവശ്യമില്ലായിരുന്നു ഗൈസ്. പഴയതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എല്ലാം റിയൽ പ്ലേയേഴ്സാണ്. ഇവന്മാരെന്നെ റിവൈവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഗൈസ്. റിവൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോഴത്തേക്കും നമ്മൾ ബൂയെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ എൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്, ഞാൻ വലിയ കില്ലൊന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സമയം ചോദിച്ചാൽ കുറച്ച് ടൈം ആയപ്പോൾ ഇങ്ങനത്തെ പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയി നമുക്ക് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗൈസ്.